നമ്മളിപ്പോൾ ക്യാംസോണിലാണുള്ളത്. ക്യാംസോൺ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രമുഖ ക്യാമറ ഡീലേഴ്സായ നിമ്മിസ്, ക്യാമറ പോയിന്റ്, സിയോൺ ഈ മൂന്ന് സ്ഥാപനങ്ങളോട് ചേർന്നുള്ള ജോയിൻറ്റ് വെഞ്ചറാണ് തൃശ്ശൂരിലെ കാസിനോ ബിൽഡിങ്ങിലെ ക്യാംസോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടകനായിട്ട് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ഒരു ആശയമായിട്ട് വന്നിരിക്കുന്ന ഹലോ മമ്മിയുടെ ഡയറക്ടറാണ് മിസ്റ്റർ വൈസാഖ് സാർ. സാർ വെൽക്കം. അപ്പോൾ ഈ ഒരു ഉദ്ഘാടനത്തിന് താങ്കളെ കിട്ടിയതിൽ നമുക്ക് അതീവമായിട്ട് സന്തോഷമുണ്ട്. നമ്മളോട് എന്താണ് പറയാനുള്ളത്? ക്യാംസോൺ എന്ന കമ്പനിയുടെ കൂടെ തന്നെ നമ്മൾ ജോയിന്റ് വെഞ്ചറായി നിൽക്കുന്ന നിമ്മീസും അതേപോലെ ക്യാമറ പോയിന്റും ഒക്കെ ആയിട്ട് എനിക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ക്യാമറ അത് ഞാൻ വാങ്ങുന്നത് തന്നെ നിമ്മീസ് എന്നാണ്. ഒരു കുട്ടി പറയുകയാണ്, പണ്ട് എനിക്കൊരു ക്യാമറ വാങ്ങി തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മടിക്കുന്ന അച്ഛനമ്മമാർ ഇന്ന് ശരിക്കും തിരിച്ച് ചിന്തിക്കണം. കാരണം ഒരു ഡ്രോൺ ഓപ്പറേറ്റർക്ക് ഒരു ദിവസം കിട്ടുന്നത് ഒരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരാൾക്ക് 40,000-50,000 പെർ ഡേ ആണ്. ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർക്ക് 1,50,000 രൂപ പെർ ഡേ ആണ്. അപ്പം അതൊരു ജോലി സാധ്യതയാണെന്ന് പല അച്ഛനമ്മമാർക്ക് അറിയില്ല. അപ്പം അത് ശരിക്കും നമ്മൾ ക്യാമറ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റ് മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ സർവീസ് സെല്ല് ചെയ്യാൻ പറ്റില്ല. ആ സർവീസ് അച്ഛനമ്മമാർ പഠിച്ച് ആളുകൾ ഇതിലേക്ക് വരുവാണെങ്കിൽ ഒരുപാട് സ്കില്ല്. ശരിക്കും ക്യാംസോൺ ഉദ്ദേശിക്കുന്നത് ക്യാമറ സെല്ലിംഗ് മാത്രമല്ല, എംബാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ആ ജേണി എംബാർക്ക് ചെയ്യാൻ, ക്രിയേറ്റിവിറ്റിയുടെ ജേണി എംബാർക്ക് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ക്യാംസോണിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനത്തെ ചില പരിപാടികളോ ഇവന്റ്സോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ക്യാമറ ടെസ്റ്റ് ചെയ്യാനും അവരുടെ ക്ലാസുകൾ കണ്ടക്ട് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നു. വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ ഈ സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് അവർക്ക് നൽകാനുള്ളൊരു മെസ്സേജ് എന്താണ്? തിരിച്ചു പോവാതിരിക്കുക എവിടെയെങ്കിലും വെച്ച്. യെസ്, ജേണി കണ്ടിന്യൂസ് ആയിട്ട് അവിടെ കല്ലും മുള്ളും ഒക്കെ ഉണ്ടാവും, പക്ഷെ മുമ്പോട്ട് തന്നെ പോകാന്നാണ് ഉദ്ദേശിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടാവും. അത് ബിസിനസ്സുകാരോട് ചോദിച്ചാൽ അവർ ആ ബുദ്ധിമുട്ട് പറയും, സ്പോർട്സുകാരോട് ചോദിച്ചാൽ അവർ ബുദ്ധിമുട്ട് പറയും, കലാകാരന്മാരോട് ചോദിച്ചാൽ ബുദ്ധിമുട്ട് പറയും. ഇതെല്ലാം ഒറ്റയടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ അവിടെയെങ്കിലും തടഞ്ഞു നിൽക്കരുത്. അത് മുന്നോട്ട് ആ ജേണി എന്തായാലും നമ്മൾ അത്രയും വിൽ പവറാണ്. എപ്പോഴായി സിനിമ മനസ്സിൽ കൂടിയത്? സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഞാൻ 10th ഞാൻ പണ്ട് മിമിക്രി മോണാക്ട് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയം മുതൽ. എങ്കിൽ ആ ഒരു വെള്ളിത്തിര എപ്പോഴാണ് മനസ്സിലോട്ട് കയറിയത്? ഞാൻ ഡിഗ്രി പഠിച്ചു തുടങ്ങിയ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഷോർട്ട് ഫിലിംസും പിന്നെ ഞാൻ അഡ്വർടൈസിങ് കമ്പനി ഉണ്ട് എനിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഫസ്റ്റ് എടുത്ത് ക്യാമറ പോലും വർഷങ്ങളായിട്ട് ഞങ്ങൾ TVCകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് ക്യാമറകളിലോട്ട് പോയി, ഒരുപാട് ആഡ്സിലൂടെ പോയി, വെബ് സീരീസിലോട്ട് പോയി, പിന്നെയാണ് സിനിമയിലെത്തുന്നത്. ജേണി മാറാതിരിക്കാൻ വേണ്ടിയാണ് ഒരു അഡ്വർടൈസിങ് കമ്പനി തുടങ്ങിയത്. അഡ്വർടൈസ്മെന്റ് എന്തിനാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് 2-3 ഓപ്ഷൻ. ഒന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അസിസ്റ്റൻസ് ആയിട്ടോ അസോസിയേറ്റ്സ് ആയിട്ടോ പോകാം. അതും തന്നെ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പിന്നെ ഇപ്പോൾ കൊച്ചിയിലൊക്കെ സ്വിഗ്ഗി ഓടി ആ കാശ് കൊണ്ട് വന്ന് സിനിമയ്ക്ക് തിരക്കഥ എഴുതി അങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. അപ്പോൾ അഡ്വർടൈസിങ് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ക്രിയേറ്റിവിറ്റി കൊണ്ടുപോകാം, അതേപോലെ റവന്യൂ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാകുമ്പോൾ ആ സമയത്ത് നമുക്ക് ഷാർപ്പൺ ചെയ്യാനുള്ള അവസരം അതിൽ കൂടെ കിട്ടുകയും ചെയ്യും അല്ലേ? നമ്മളെ തന്നെ നമുക്ക് വീണ്ടും തെറ്റുകൾ തിരുത്തി ട്രയൽ ആൻഡ് എററിനൊക്കെയുള്ള സമയം നമുക്ക് സാധിക്കും. പലരും മനസ്സിലെ പാഷൻ കൊണ്ടുപോകാൻ വേണ്ടി ഒരു കുറുക്ക് വഴി വെക്കുന്നത് അഡ്വർടൈസ്മെന്റ് കമ്പനി എന്നൊരു മാർഗത്തിൽ കൂടെയാണ് അല്ലേ? കാരണം നമുക്ക് ജീവിക്കാൻ റവന്യൂ കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് പാർട്ട് വേണം. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ നിലനിർത്താൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് പലപ്പോഴും അങ്ങോട്ടൊന്ന് പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. ശരിയല്ലേ? ഇവർക്ക് ഈ വരുന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരുപാട് റെൻ്റലും കാര്യങ്ങളും ആർട്ടിസ്റ്റിനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ലക്ഷ്യം ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അവിടെ എത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത്. താങ്ക് യു വൈസാഖ് സാർ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ജേർണി. ഓൾ ദി ബെസ്റ്റ് ഫോർ ക്യാംസോൺ ഓൾസോ. താങ്ക് യു. അവിടെ വെച്ചാണ് ഞങ്ങളുടെ ഒരു സിനിമാ ജീവിതത്തിലേക്കുള്ള എൻ്റെ ഒരു യാത്ര തുടങ്ങുന്നത് പോലും ആ ക്യാമറ വെച്ച് തന്നെയാണ്. ഏതായിരുന്നു അത്? ക്യാനോൺ സോണി IS1X2. ഓക്കെ. സിനിമയ്ക്ക് പറ്റിയൊരു ക്യാമറ തന്നെ. അതെ, അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറ തന്നെയായിരുന്നു. അതുവരെ ഞങ്ങൾ റെന്റ് ചെയ്തുകൊണ്ടിരുന്നത് ആരിയും റെഡും ഒക്കെ റെന്റ് ചെയ്യുമ്പോഴും നമുക്ക് സ്വന്തമായിട്ടൊരു ക്യാമറ വേണം പർപ്പസിന്. അങ്ങനെയാണ് ഫസ്റ്റ് നിമ്മീസ് ഞങ്ങൾ ആ ക്യാമറ എടുക്കുന്നത്. നമ്മളോട് എന്താണ് പറയാനുള്ളത്? കാരണം ഈ ഒരു ഇൻഡസ്ട്രി സഹായിക്കുന്ന ജോലിയാണ് നമുക്ക്. അപ്പോൾ അവരെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എനിക്ക് ലക്ഷ്യം. അതെ ശരിക്കും ഇന്നത്തെ ക്യാമറ ഒരു ലോകം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒരു ചെറിയ ആളുകളിൽ ഒതുങ്ങുന്നതല്ല. പണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ സമയത്ത് ഞങ്ങൾ ക്യാമറ വാങ്ങുമ്പോൾ സാധാരണക്കാരും ക്യാമറ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല. അത് വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സോ അല്ലെങ്കിൽ സിനിമാക്കാരോ മാത്രം ഉപയോഗിക്കും. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വീട്ടമ്മമാർ പോലും പുറത്തേക്ക് വന്ന് ക്യാമറകളിലേക്ക് തിരിഞ്ഞാൽ അവർക്കൊരു ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം ബ്ലോഗുകൾ ഫോണിൽ ഒതുങ്ങി പോകുമ്പോൾ എന്താണ് ക്യാമറ എന്ന് പഠിപ്പിക്കാൻ ശരിക്കും ഈ ക്യാംസോണൊക്കെ സാധിക്കുവാണെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ക്യാമറകൾ എത്തിക്കാൻ. ഈ മൊബൈലിൽ നിന്ന് ക്യാമറയിലുള്ള സാറിൻ്റെ ഒരു മാറ്റം ഉണ്ടായി, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
സിനിമാറ്റിക് ആയിട്ട് നമ്മളിപ്പോഴും ഇപ്പോൾ ഏറ്റവും വലിയ വ്ളോഗേഴ്സ് എടുത്ത് നമ്മളിപ്പം നമ്മുടെ വില്ലേജ് കുക്കിംഗ് ചാനൽസ് ഒക്കെ എടുക്കുന്ന അവർ റാപ്റ്ററിലാണ് വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത് പറയുമ്പോൾ അറിയാലോ അവർക്ക് ഐഫോൺ 16 ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്ന റാപ്റ്റർ ആണെന്ന് പക്ഷെ അധികം ആർക്കും ഈ കാര്യം അറിയില്ലെന്ന് തോന്നുന്നു. അപ്പം റെഡ് റാപ്റ്റർ ഉപയോഗിച്ച് അവരത് എടുക്കുന്നത് എന്താ വെച്ചാൽ വിഷ്വലി കോംപ്രമൈസ് ചെയ്യരുത്. അപ്പം നമ്മുടെ വ്ളോഗുകളിലും നമ്മുടെ കണ്ടന്റുകളിലും മൊബൈലിലേക്ക് പോകുന്ന സമയത്ത് അതിലെവിടെയോ ഒരു ആളുകൾ ഒരു ഈസിനെസ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എത്രയോ ക്യാമറകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ക്യാമറകളിലേക്ക് ആൾക്കാർ മാറിക്കഴിഞ്ഞാൽ അത് വിഷ്വൽ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുകയും നമുക്കിന്ന് എല്ലാവർക്കും കണ്ണിൽ കാണുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വേണം നിർബന്ധമുണ്ട്. അത് ഏതും ആയിക്കോട്ടെ, അത് എല്ലാവരും കോമൺ ആൾക്കാർക്ക് എല്ലാവർക്കും വിഷ്വൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത്രയും സ്ക്രോൾ ചെയ്യുന്നുണ്ട് നമ്മൾ. അതെ, നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് വളരെ പെട്ടെന്നാണ് ഇപ്പോൾ സ്ക്രോളിങ്ങിന്റെ സ്പീഡ് കൂടിയിരുന്നു. എത്ര വിഷ്വലായിരുന്നു അവരെ കൂടെ സിനിമ ആയിക്കോട്ടെ. ഇപ്പോൾ 3Dയിലേക്ക് സിനിമ മാറി, ഇനി എല്ലാം 3D പോകാൻ കാരണം നോർമലിനേക്കാളും മേലെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിട്ടാണ്. ഇപ്പം ഞങ്ങളുടെ സിനിമയിലാണെങ്കിൽ പോലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവ് ചെയ്തത് CGക്കാണ്. ഓക്കെ. അപ്പം നായകൻ്റെ 2 ഇരട്ടി പൈസ ഞങ്ങൾ CGക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വിഷ്വൽസ് ആണ്. പഴയ കാലത്തേക്കാൾ സാധ്യതകൾ കുറെ കൂടെ കൂടിയിട്ടുണ്ട്. പുതിയ ആൾക്കാർക്ക് കടന്നു വരാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും അത് കണ്ട് ഒത്തിരി അവർക്ക് അവസരം, ഈവൻ ഫണ്ടിങ്ങിന് പോലുള്ള അവസരം കൂടിയിട്ടുണ്ട്. അതല്ലേ ശരി? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മമാര്